പോയിന്റ് ബ്ലാങ്കിൽ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. ഇഷ്ടം പോലെ കഴിച്ചു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഈ എങ്ങനെയാണോ സിനിമക്ക് അഭിപ്രായം പറയണത് അതുപോലെ തന്നെ മൃണാളുടെ ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അത് മൃണാളെ വിളിച്ച് മൃണാൾ പട്ടിണിയാണെ മൃണാളിന് EMI അടയ്ക്കാൻ നീ അവിടെ പോയിട്ടില്ല, ഞങ്ങളവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വേണേ തിന്നിട്ട് പോകുന്ന ആറ്റിറ്റ്യൂഡ് അതുള്ളത് കൊണ്ടാണ് ഈ പറയേണ്ടി വന്നത്. ഇത് തന്നെയാണ് നീ ഇപ്പം പിടിച്ചെന്താണെന്നറിയോ? മൃണാൾ ഓൾറെഡി എയറിലാണ്. ഈ എയറിലുള്ള മൃണാളിനെ പിടിച്ച് താഴത്തിറക്ക ഇജ്ജ് അങ്ങോട്ട് എയറിൽ ചെന്ന് ഇപ്പം രണ്ടാളും കൂടെ ശൂന്യാകാശത്തിലേക്ക് ഇങ്ങനെ ഒരേ റോക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ മൃണാളുടെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ഇറ്റ്സ് മോർ സൈക്കോളജി. മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ഈ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ്സ്, അതായത് മറ്റേ ഹംഗ്രി മൃണാൾ, റൈസ് ഓഫ് പേർഷ്യ, മറ്റേ കൊക്കോക്കിൻ, അപ്പോൾ ഇതൊക്കെ ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അതിന് മുൻപ് ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇദ്ദേഹം ഫുഡ് ബ്ലോഗറാണ്. സോ ബേസിക്കലി ഇദ്ദേഹം ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു. അതായത് വെറുതെ ഷുഗർ കോട്ട് ചെയ്യലോ സുഖിപ്പിക്കലോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടലോ. ഇപ്പോൾ ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വൻ കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. പോയിന്റ് ബ്ലാങ്കിൽ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. അടിപൊളി. ഓൾറെഡി എയറിൽ കയറി ഒരുത്തരാണ് മൃണാൾ, നമുക്കറിയാം. ആ മൃണാളിൽ അങ്ങ് എയറിൽ പോയിട്ട് പൊക്കി താഴോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ കോക്ക്. ഇപ്പം കോക്കും മൃണാളും കൂടെ തൈ കളിക്കുകയാണ് മേലെന്ന്. രണ്ടുപേരും ഇപ്പോൾ എയറിലാണ്. അതല്ലെങ്കിലും പുള്ളി ഇപ്പോൾ അവസാനം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് അശ്വൻ കോക്ക് എന്ന് പറഞ്ഞാൽ മൃണാൾ ഫുഡ് വ്ളോഗിങ്ങിൽ എങ്ങനെയാണോ, അതായത് അശ്വൻ കോക്ക് എങ്ങനെയാണോ ഫിലിം വ്ളോഗിങ്ങിൽ, അതുപോലെ തന്നെയാണ് ഫുഡ് റിവ്യൂ പറയുന്ന കാര്യത്തിൽ മൃണാൾ. രണ്ടുപേരും ഒരേ സ്റ്റൈലാണ്. പോയിന്റ് ബ്ലാങ്കിൽ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയും. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഒരുപാട് ശത്രുക്കളുള്ളതെന്നാണ് നമ്മുടെ അശ്വൻ കോക്ക് പറഞ്ഞത് മൃണാളിനെ പറ്റി. ഏതായാലും മൃണാളിനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവസാനം രണ്ടുപേരും കൂടെ കറുത്തൊട്ടി പോണൊരവസ്ഥയാണ് ഇതിൻ്റെ എൻഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ബാക്കി കേൾക്കാം. അത് പറയേണ്ട കാര്യം പറയാം. ഒരു സ്ഥലത്ത് കയറി അവിടെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്താ സാധനം കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നു. അതിൽ യാതൊരു മായം ചേർക്കലോ വെള്ളം ചേർക്കലോ ഇല്ല. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ ശത്രുക്കൾ മാത്രമല്ല, ഇവൻ അല്ലെങ്കിൽ മൃണാൾ പോയി അഭിപ്രായം പറഞ്ഞ എന്താ പറയുക ക്ലെൻലിനെസ്സിനെ പറ്റിയും അവിടുത്തെ ഈച്ചനെ പറ്റിയൊക്കെ അഭിപ്രായം പറഞ്ഞ ഹോട്ടലിലെ മുതലാളിമാർ വന്നിട്ടല്ല ഇവിടെ വന്നിട്ട് ഇവിടെ ഈച്ചുണ്ട് അതല്ലെങ്കിൽ ഇവിടെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞത്. ഇവനാ പണ്ട് ഇവൻ ശത്രുത സമ്പാദിച്ചു വന്ന ആളുകളല്ല ഇവിടെ വന്നിട്ട് എന്താ പറയുക പോയിന്റ് ബ്ലാങ്കിൽ ഇവരെ തിരിച്ചു പറഞ്ഞത് എന്നുള്ളൊരു സാമാന്യ ചിന്ത കോക്കെ നിനക്ക് ഇല്ലാണ്ടായിപ്പോയി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പൈസ വാങ്ങി വെളുപ്പിച്ചിട്ടാണോ ഇനി വേറെ വല്ല രീതിയിലും വെളുപ്പിക്കാണോ അറിയില്ല. ഈ വെളുപ്പിക്കുമ്പോഴേ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ആധികാരികത വേണം. വെറുതെ നമ്മൾ ഈ ഫിലിമിന് ഇപ്പോൾ കോക്ക് ഫിലിമിന് അഭിപ്രായം പറഞ്ഞ പോലെ നിനക്ക് തോന്നണല്ലേ നീ അഭിപ്രായം പറയണേ, നീ പറഞ്ഞോന്ന് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ച് അവിടെ കണ്ട ആളുകൾ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഇപ്പം പണ്ട് കുറ്റം പറഞ്ഞ റഹ്മത്ത് ഹോട്ടലിൻ്റെ മുതലാളി അല്ലെങ്കിൽ മറ്റ് തട്ടുകടൻ്റെ മുതലാളി വന്നിട്ടല്ല അവിടെ വന്ന് കുറ്റം പറഞ്ഞത്. അപ്പം പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ പോരെ. ഫിലിം പറഞ്ഞ പോലെ തന്നെ അവരതും പറയട്ടെ. അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സിനിമയെക്കുറിച്ച് പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇഷ്ടം പോലെ എന്തുണ്ട് ശത്രുക്കളുണ്ട്. അവർ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലാവിൻ്റെ ശത്രുക്കൾ എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പൊതുവെ ക്രൗഡിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഇവൻ ആരെയൊക്കെ പറയാം, നീ ആദ്യം സിനിമ ഉണ്ടാക്കി കാണിക്കണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതുപോലെ തന്നെ മൃണാളിൻ്റെ അടുത്തും ഇത്രയും കാര്യം പറയാം, നീ ഇങ്ങനെ ഫുഡ് ബ്ലോഗ് ചെയ്ത് കണ്ട ഫുഡും കുറ്റം പറഞ്ഞു, നീ ഫുഡ് ഉണ്ടാക്കി കാണിക്കണം, അല്ലെങ്കിൽ നീ റെസ്റ്റോറൻറ്റ് നടത്തി കാണിക്കണം എന്ന ആൾക്കാർ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള മൃണാൾ ദാസ് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അപ്പോൾ ആളുകൾ അവിടെ എന്ത് ചെയ്യും? ചെറിയ ഒരു മൈക്രോ ലെവലുള്ള മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ആളുകൾ വിമർശിക്കും. അത് ക്രൗഡിന് ഇതാണ്. ഇതേ സംഭവം ഈ മൃണാൾ തുടങ്ങിയ സംഭവം വേറെ ആളാണ് തുടങ്ങിയെങ്കിൽ ആരും നോബഡി കേസ്. കുറച്ചാൾ പോയി ഫുഡ് അടിക്കും, കുറച്ച് വേർഡ് ഓഫ് മൗത്ത് വഴി കൂടുതൽ ആളുകൾ നല്ലതാണെങ്കിൽ അവിടെ കയറും. പിന്നെ കട തുടങ്ങിയ ആളുടെ പ്രൊമോഷൻസും കാര്യങ്ങളും കൊണ്ട് ആളുകൾ എത്തും. അങ്ങനെയൊക്കെയാണ്. ഇതല്ല, ഇത് അവിടെ ഒരു ഈച്ച, അത് മൃണാൾ തന്നെയാണ് ആദ്യം അവിടെ ഈച്ചെന്ന് പറഞ്ഞത്. ഒരു ഈച്ചനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം. ഈച്ച കൊതുക് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി ഇതാണ് പ്രശ്നം. ഇതാണ് കോക്കെ അനക്കും ബോധമില്ല വിവരമില്ല എന്ന് പറഞ്ഞത്. കാരണം ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃണാൾ പല സ്ഥലത്തും പോയി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആ മൃണാൾ പല സ്ഥലത്തും പോയി കുറ്റം പറഞ്ഞ സമയത്ത് ഈച്ചുണ്ട് അല്ലെങ്കിൽ അവിടെ അത് കിട്ടി അവിടെ അത് കിട്ടി, സാമ്പാറിൽ മറ്റേ ഇറച്ചി കഷ്ണമില്ല എന്ന് വരെ ഡയലോഗ് മൃണാൾ പോയി അടിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പോയിട്ട്. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്തെ അവിടുത്തെ ആ റെസ്റ്റോറൻറ്റ് മുതലാളി അതിനെ പ്രതികരിച്ചിട്ട് നീ വേണേ കഴിച്ചിട്ട് പോടാ, എനിക്ക് ബിരിയാണി കഴിക്കാൻ അറിയില്ല, ബിരിയാണി കഴിച്ചിട്ടുണ്ടോ, എനിക്ക് ബിരിയാണി എന്താണെന്നറിയാം, ഇവിടെ നീ കാണുന്ന ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുവന്ന് വെച്ച ഈച്ചല്ല, അത് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു വന്ന ഈച്ചേ, വേണമെങ്കിൽ സഹിച്ചിട്ട് പോകുന്ന മൃണാളുണ്ടെന്ന് പറഞ്ഞിരുന്നേ മൃണാൾ ഇവിടെ നിന്ന് ഭൂകമ്പം ഉണ്ടാക്കിയേ. അപ്പം അതുപോലെ തന്നെ മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടെ ഈച്ച ഉണ്ട് അല്ലെങ്കിൽ ഒരു ഈച്ചനെ ചോറുന്ന് കിട്ടി,
ഇനിയിപ്പോൾ കായും മറ്റേ എന്താ പറയുക പോത്തും കറിയിൽ ഇച്ചിരി കായൻ്റെ എണ്ണം കൂടി പോയി പോത്തിൻ്റെ എണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ സോറി നമ്മൾ അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഈച്ച ഉണ്ടോ അത് അവിടെയൊക്കെ ഇങ്ങനെ കുറേ ഇതുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് തോടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നതാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കുറയ്ക്കാൻ. ഇനി ബിരിയാണിക്ക് ടേസ്റ്റ് കുറവാണെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ടൈപ്പ് ബിരിയാണി ആയിരിക്കില്ല, നമ്മൾ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മുതലാളി പറയുന്നുണ്ട്. അല്ല വേണേ കഴിച്ചിട്ട് പോടാ, ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന അല്ലടാ, വേണേ ഇത്ര ക്വാണ്ടിറ്റി തരാൻ പറ്റുള്ളൂ, വേണേ ഇനി 4 ക്വാണ്ടിറ്റി എക്സ്ട്രാ വാങ്ങിച്ച് കഴിച്ചോ എന്ന് ഒരു മുതലാളി പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും എല്ലാ ആൾക്കാരും ഇതിൻ്റെ മേലോട്ട് കയറിയത്. അപ്പം അതിനെ വെളുപ്പിക്കാൻ എൻ്റെ പൊന്നു മോനെ നീ വെച്ചരുത്. നീ മറ്റേ ഫിലിം കണ്ടിട്ട് കോമാളി വേഷം കിട്ടി ഇങ്ങനെ തുള്ളിച്ചാടാറില്ലേ, അതിൻ്റെ ഒക്കെ വേറൊരു വേർഷനാന്ന് വിചാരിച്ചാൽ മതി. ചെയ്യുന്നവർ ചെയ്യട്ടെ. ഈ വെളുപ്പിക്കൽ കൂടുമ്പോഴാണ് ഈ വെളുത്ത് അവസാനം കുളിപ്പിച്ച് കുട്ടില്ലാത്ത അവസ്ഥയിലെത്തുക. അങ്ങോട്ടാണ് മൃണാളിൻ്റെ പോക്ക്. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെന്റിലുള്ള സാധനം ഇത് കംപ്ലീറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഫ്ലാറ്റ് താമസിക്കും. അപ്പോൾ ചില ദിവസം ഭയങ്കര കൊതുകാണ്, ഇതെന്ത് കൊതുകുന്നു. ചില ദിവസം ബാറ്റ് എടുത്തിട്ട് ഒരു കൊതുകിനെ അടിക്കാൻ മൂടെ നിൽക്കുന്ന സമയം ഒറ്റ കൊതുകിനെ കാണില്ല. അതായത് നമ്മുടെ വെതർ ഇതൊക്കെ ഇതിനെ ബാധിക്കും. ചുറ്റുപാടുള്ള ഹൈജീനൊക്കെ ഈച്ച വരുന്ന കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു AC റെസ്റ്റോറൻ്റ് അല്ലേ, അപ്പോൾ മാക്സിമം അവിടെ പെസ്റ്റ് കൺട്രോൾ ഉണ്ടെന്ന് ഇദ്ദേഹം തന്നെ പറയാം. അതിനായിട്ട് പ്രത്യേക സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ AC-ക്കകത്ത് ഈച്ച കാരണം ഡോർ തുറക്കുമ്പോൾ കാര്യം. അപ്പം അങ്ങനെ ഒരു ഈച്ചക്കാരി ഈ ബോധം എനക്കുണ്ടല്ലേ. ഈ AC റെസ്റ്റോറൻ്റ് ആണ്, ഡോറ് തുറക്കുമ്പോൾ ചിലപ്പോൾ ഈച്ച കയറും, പെസ്റ്റ് കൺട്രോൾ അവിടെ ഉണ്ട് എന്നുള്ള ബോധം എനക്കുണ്ട്. ഈ കയറിയ ആൾക്കാർ 1-2 ഈച്ചരെ കണ്ടപ്പം മൃണാൾ ഇതേ പറഞ്ഞാൽ മതിയായിരുന്നു. മൃണാൾ അതിന് പകരം ഞാൻ കൊണ്ടുവന്നു വന്ന ഈച്ച ഒന്നുമില്ല, ഞാൻ 3 ദിവസം മുമ്പ് പോയപ്പോൾ അവിടെ ഈച്ചകളൊന്നുമില്ല. ഇതൊക്കെയാണ് അതിനുള്ള മറുപടി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ആൾക്കാർ ചോറല്ലേ തിന്നുന്നത്. ആൾക്കാർ സിനിമ ഊട്ടിക്കയറ്റി അത് നിന്നിട്ട് നടന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ആൾക്കാർ ചോറ തിന്നുന്നത്. കുറച്ചൊക്കെ ബോധം വിവരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ പ്രതികരിക്കുന്ന അതിനാണ്. അതിന് നീ ഇങ്ങനെ കിടന്ന് ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ പല സ്ഥലത്തും ആൾക്കാർ പോയി ഫുഡ് കഴിക്കുന്നത് മറ്റേ ടാർപോളിൻ വലിച്ച് കെട്ടി ചോരുന്ന മറ്റേ കോഴി വേസ്റ്റ് കൊണ്ടുവന്ന ഡ്രമ്മിനകത്ത് പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ച് റെക്സോണ സോപ്പും വെച്ച് എല്ലാവരും ഒരു റെക്സോണ സോപ്പ് തന്നെ കൈ കഴുകുന്നത്. അവിടെ പോയി ഹത്തു പറഞ്ഞാൽ തുപ്പും ചെയ്യും. ആ ആൾക്കാർ പ്രശ്നമില്ല. കാരണം അവിടെ കിട്ടുന്ന 20 രൂപയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും കിട്ടുന്ന സ്ഥലമുണ്ട്, തൈരും കഞ്ഞിയും കിട്ടുന്ന സ്ഥലമുണ്ട്. 20 രൂപ 25 രൂപ. മൃണാളിൻ്റെ അവിടെ എത്ര പൈസയുള്ളൂ? തൈരും അതുപോലെ തന്നെ ഒരു പിന്നെ കൊണ്ടാട്ടം മുളക് എന്തോ വാങ്ങിച്ച് അത്ര പൈസയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് മിക്കവർക്കും മനസ്സിലായിട്ടില്ല. ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയും. ഈ കോഴി വേസ്റ്റ് കൊണ്ടുപോകുന്ന ഡ്രം ഉണ്ടാക്കിയത് കോഴി വേസ്റ്റ് കൊണ്ടുപോകാനല്ല. ഡ്രം ഉണ്ടാക്കിയത് ഇതുപോലെ ലിക്വിഡായിട്ടുള്ള വെള്ളം നിറയ്ക്കാനും അല്ലെങ്കിൽ പെട്രോൾ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുപോകാനാണ്. അതിൽ കോഴി വേസ്റ്റ് ഇട്ടും അതല്ലെങ്കിൽ വെള്ളം നിറച്ച് വെക്കുന്ന നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അല്ല ഡ്രം എന്ന് പറഞ്ഞാൽ കോഴി വേസ്റ്റ് കൊണ്ടുപോകാനുള്ള സാധനം മാത്രം, അല്ലെങ്കിൽ ആ കോഴി വേസ്റ്റ് കൊണ്ടുപോയി ആ സാധനത്തിൽ വെള്ളം നിറച്ച് റെക്സോണിൻ്റെ സോപ്പ് ഇട്ട് കൈ കഴുകുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവരവിടെ അത്രയൊക്കെ പറയുന്നുള്ളൂ. അവരാരും ഇവിടെ പറയുന്നില്ല പാവങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ മണിമാളിക പോലത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ട് പോ. ഇനി അതല്ല ഏതെങ്കിലും ഒരാൾ അവിടെ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞാൽ സോറി പറയുള്ളൂ. ഈ തട്ടുകടന്ന ചേട്ടനെ നീ വേണേ തിന്നിട്ട് പോടാ എന്ന് പറയൂല. ഞാൻ ഈ ഡ്രമ്മിലെ വെള്ളം നിറയ്ക്കുള്ളൂ, ഞാൻ റെക്സോണ സോപ്പേ വെക്കുള്ളൂ, ഞാൻ ലെക്സ് വെക്കില്ല, നീ വേണേ കൈയ്യിട്ട് പോടാ എന്ന് പറയൂല. അങ്ങനെ പറഞ്ഞാൽ അതും പൂട്ടിക്കെട്ടാനുള്ള പരിപാടികളോട് ആൾക്കാർ നോക്കും. അതാണ് ഈ മുതലാളിമാരും ഈ കസ്റ്റമേഴ്സും ആകുമ്പോണ്ടല്ലോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ബന്ധം അത് ഡിഫറെൻ്റ് ആയിരിക്കണം. ഞാൻ മുതലാളിയാണ്, എന്നെ പറയാൻ പാടില്ല, എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും, ഞാൻ ഇങ്ങനെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇവിടെ ആരും പോയിട്ടില്ല, കേരളത്തിലെ എല്ലാ ആൾക്കും ഇവിടെ പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് പരാതി ഇല്ല എന്നാണ് പറയുന്നത്. ആർക്കാ പരാതി? ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് മൃണാളിന് ഇഷ്ടമില്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് തിരുവനന്തപുരം മൃണാളിന് ഇഷ്ടമില്ല. പണ്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഫുഡിന്റെ ക്വാണ്ടിറ്റി മാത്രം മതി, ക്വാളിറ്റി വേണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ബ്ലൈറ്റന്റ് ആയിട്ട് അഭിപ്രായം പറഞ്ഞ ആളുകൾക്ക് ശത്രുക്കളുണ്ടാവും, അത് സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം ആളുകൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അതാണ് തിരുവനന്തപുരത്തുകാർക്ക് ക്വാണ്ടിറ്റി ഉണ്ടായാൽ മതി, ക്വാളിറ്റി വേണ്ട ഫുഡിൽ നിന്ന് പച്ചക്ക് തിരുവനന്തപുരത്തുകാരൻ്റെ മൂത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഇവൻ്റെ ഹോട്ടലിന് ഈച്ചനെ കിട്ടിക്കഴിഞ്ഞാലും ഇവൻ്റെ ഹോട്ടലിൽ ഇവന് കസ്റ്റമേഴ്സിനോട് പ്രത്യേകിച്ച് ഒരു മര്യാദ കൊടുത്തിട്ടില്ലെങ്കിലും ഇവൻ ഈ പറഞ്ഞ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല, ഇവൻ പല സ്ഥലത്തും പല നാട്ടുകാരും പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ തിരിച്ച് ചോദിക്കും. പിന്നെ ഇവരാരും കണ്ണടച്ച് വെടി വെച്ചിട്ടില്ല. ഇവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് ഈച്ചനെ കിട്ടിയ ആൾക്കാർ വീഡിയോ ഇട്ടതിനെ അതിനെ പ്രതികരിച്ചിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഈച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഈച്ച വന്നോട്ടെ എന്ന് പറഞ്ഞ് ആളുകൾ പറഞ്ഞതിനെ എതിരെ ആൾക്കാർ പ്രതികരിച്ചിട്ടുള്ളൂ. ആൾക്കാർ വെറുതെ കണ്ണടച്ച് കുത്തിരുന്നൊരു മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ 4 ഈച്ച അവിടെ ഉണ്ട്, 4 ഈച്ച അവിടെ ഉണ്ട്, ആ ഫുഡ് ഇത്ര ഇങ്ങനെ ആരും കണ്ണടച്ച് പറഞ്ഞല്ല. ഒരു വീഡിയോ ആളുകൾ ഇട്ട വീഡിയോൻ്റെ പോർഷൻസ് എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാത്ത ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല. നീയും സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടല്ലേ കൊണച്ചോണ്ടിരിക്കുന്നത് ഡെയിലി അല്ലേ? പിന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ഞാൻ വർഷങ്ങളായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ, ഒരുപാട് വർഷങ്ങളായിട്ട് ഫുഡിനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ഒരു കോൺടെക്സ്റ്റ് എന്ന സാധനം, ഒരു സന്ദർഭം എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അത് ഏത് എഴുത്തുകാരിൽ വരെ കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് ട്രാൻസിഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയും. അത് കുറേ കാലം കൊണ്ട് നമ്മുടെ സെൻസിബിലിറ്റി ഉണ്ടാകുന്ന ട്രാൻസിഷനാണ്. ഇതെല്ലാരെങ്കിലും അറിയാവോ? വെറുതെ പറയാം. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത്രേ പിന്നെ ഷവർമയെക്കുറിച്ച് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിനാണ് ഫീൽ ചെയ്ത് ഷവർമയുടെ ക്വാളിറ്റിയൊക്കെ സംസാരിച്ചു. പിന്നെ 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ബെറ്ററായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഞാൻ ലൂസിഫർ പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ അത്രയും പൂർത്തി പറഞ്ഞതാണ് ലൂസിഫർ സിനിമ. അത് കഴിഞ്ഞ് വിക്രം കണ്ടപ്പോൾ, ലൊക്കേഷനിൽ വിക്രം കണ്ട സമയത്ത്
അത് നിരിപ്പ് സിനിമ. അപ്പം ഞാൻ ആ റിവ്യൂവിനെ തുറന്നു ലൂസിഫർ ഡ്രാമയാണെന്ന് പറഞ്ഞു. ലൂസിഫർ മോറോവർ എന്താ ഡ്രാമയാണ്, മറ്റേ ഇതുപോലെ മാസ് അല്ല പരിപാടി, കൂടുതൽ മാസ് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള വിക്രം പോലുള്ള സിനിമയില്ല. കറക്റ്റാണ്. അത് പറഞ്ഞ ഇതാട്ടോ, നമ്മൾ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പോൾ 1-2 വർഷങ്ങൾ പറയുമ്പം നമുക്ക് ചില ചേഞ്ചസ് വരും. അതങ്ങനെ വരണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പണ്ട് ഞാൻ ഷവർമ 100 രൂപേൻ്റെ ഷവർമ നല്ലതാന്ന് പറഞ്ഞു, പിന്നെ 50ൻ്റെ നല്ലതെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ മാറ്റി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറയും, നമ്മുടെ ആ ഒരു സമയത്തെ സിറ്റുവേഷണൽ ബേസ് നമ്മൾ കാര്യം പറയും. അത് തന്നെയാണ് മൃണാളിനോട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞത്. മൃണാൾ ഇപ്പോഴും ഹോട്ടൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ കൊച്ചിയിൽ ഏറ്റവും നല്ല ഹോട്ടൽ എൻ്റെതാണ്, ഈ കേരളത്തിലെ മൊത്തം ക്ലൗഡ് കിച്ചൺ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിരിയാണി പോകുന്നത് എൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ ബിരിയാണി കുറ്റം ആരും പറയാൻ പറ്റില്ല. ആ ചിന്ത മൃണാൾ മാറ്റണം. മൃണാൾ ഒന്ന് ചിന്തിക്കണം, എന്നേക്കാൾ നല്ല ബിരിയാണി അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ബിരിയാണിയൊക്കെ പൈസ കുറച്ച് ചിലപ്പോൾ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ബിരിയാണി അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് ഉള്ള ബിരിയാണി അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. മൃണാളും ചിന്തിക്കണം. ഈ മൃണാൾ പണ്ട് പറഞ്ഞത് ഇപ്പം മൃണാൾ മാറ്റി പറഞ്ഞ പോലെ തന്നെ മൃണാളിൻ്റെ ഫുഡ് കഴിച്ച് നല്ലത് പറഞ്ഞ ആൾക്കാർ ചിലപ്പം അപ്പുറത്ത് പോയി ഇതിനേക്കാൾ നല്ല കഴിക്കുമ്പോൾ ചിലപ്പോൾ അഭിപ്രായം മൃണാളായിട്ട് അങ്ങടെ ഫുഡ് പോരട്ടോ, അപ്പുറത്തെ ഫുഡ് നല്ലതാണ്, ബിരിയാണി അതാണ് നല്ലത്, അവിടെ ഇത്ര ഈച്ചില്ല, അത് പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അതിന് കൗണ്ടർ അടിക്കാൻ പോലും. ഇത് കൗണ്ടർ അടിക്കാൻ പോകുമ്പോഴാണ് മൃണാളിൻ്റെ അഹങ്കാരം, മൃണാളിൻ്റെ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഹെഡ് വെയിറ്റ് പുറത്തോട്ട് വരുമ്പോഴാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ ആരും ഇതിന് പ്രതികരിക്കാനൊന്നും പോകാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. എത്ര ആൾക്കാർ ഇപ്പം മൃണാൾ തന്നെ എത്ര സ്ഥലത്ത് പോയിട്ട് എന്തൊക്കെ കാസർഗോഡ് മുതൽ കന്യാകുമാരി ഒരു ഏതൊക്കെ ഹോട്ടൽ പച്ച നെഗറ്റിവിറ്റി പറഞ്ഞു പോന്നിട്ട് അതിൻ്റെ മുതലാളിമാരാണെങ്കിൽ മൃണാളിനെ വിളിച്ച് ചീത്ത പറഞ്ഞോ, അല്ലെങ്കിൽ മൃണാളിൻ്റെ പിന്നാലെ പോയോ, അല്ലെങ്കിൽ മൃണാളിനെതിരെ പോസ്റ്റ് ഇട്ടോ? ഇല്ലല്ലോ. ആ പറഞ്ഞ സംഭവം അതും കൂടെ ആലോചിക്കണം മൃണാൾ. അപ്പോൾ ആൾക്കാർ ചോദിക്കാം, നീ അല്ലടാ ഒന്ന് ലൂസിഫറിനെ പൊക്കി പറഞ്ഞത്, നീ ഇപ്പം ലൂസിഫറിന് ഡ്രാമ എന്ന് പറയുന്നുണ്ടാ എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചോട്ടാ മുംബൈ പോലുള്ള ഹലോ പോലുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രം വരുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഫേസ് പഴയ പോലെ സെറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലൂസിഫറിൽ ലാലേട്ടൻ്റെ മുഖത്ത് അങ്ങനെ ആവശ്യമില്ല, കാടി വെച്ച് നോക്കി പിടിച്ചാൽ മതി. അപ്പോൾ നീ അല്ലടാ പണ്ട് പറഞ്ഞത് ലാലേട്ടൻ്റെ മുഖം അനങ്ങുന്നില്ല, ഇപ്പോൾ എന്താണോ ഈ പറയുന്നത് ലാലേട്ടൻ്റെ പണം കിടുവാണ്, ലാലേട്ടൻ കിടുവാണ്. ഓരോ കോൺടാക്സിലും സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. സെയിം കോൺടാക്സിൽ നമ്മൾ മലക്കം പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി, ഇത് നാടുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ലോകത്ത് നേരത്തെ ഉണ്ട് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങളൊരു ജ്യൂസ് പറയുകയാണെങ്കിൽ അത് ഷുഗർ വേണോ, ഷുഗർ കുറച്ച് മതിയോ? നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ പോയാൽ നിങ്ങൾക്ക് പിന്നെ ഷുഗർ ഇട്ടിട്ടല്ല ചായ അടിച്ചിരുന്നത്, ഇവിടെ പോയി ക്ലീൻ ആക്കി തരില്ല, ഷുഗർ സെപ്പറേറ്റ് തരും. കാരണം ഷുഗർ കുറച്ച് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, ഷുഗർ തീരെ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, കൂടുതൽ ആവശ്യമുള്ള രണ്ടെണ്ണം പിടിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ പല കസ്റ്റമൈസേഷൻ പരിപാടിയുണ്ട്. വെള്ളം വരെ കുപ്പിയിലല്ല കൊടുക്കുന്നത്, റീഫിൽ ചെയ്ത് കൊടുക്കുക പരിപാടിയുണ്ട്. എന്ത് എൻ്റെ പൊന്നെ, നിനക്ക് ചായയിൽ മറ്റേ പഞ്ചസാര ഇടാതെ നിൽക്കണമെങ്കിൽ അതിന് നീ അങ്ങ് സ്റ്റാർ ഹോട്ടലിലൊന്നും പോകണ്ട. തൊട്ടപ്പുറം ചായക്കടക്കാരുടെ അടുത്ത് പോയിട്ടേ വിത്തൗട്ട് പറഞ്ഞാൽ വിത്തൗട്ട് തന്നെ തരും. കട അടിച്ചിട്ടൊന്നും അല്ല തരിക. ചായയിൽ മധുരം ഇടേണ്ട ചേട്ടാ, മധുരം ഇടാത്ത ചായ തരും. മധുരം കുറച്ചിട്ട് പറഞ്ഞാൽ മധുരം കുറച്ച് തരും. കടുപ്പം കൂട്ടി, പാല് കുറച്ച്, വെള്ളം കുറച്ച്, പഞ്ചസാര കൂട്ടി എന്നൊക്കെ പറഞ്ഞതൊക്കെ തരും. അതിനിപ്പം നമ്മൾ അങ്ങ് സ്റ്റാർ ഹോട്ടലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു കണ്ണടച്ച് ചായ. ഇപ്പം അതൊന്നുമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചായ അപ്പുറത്ത് ചായക്കടക്കാരുണ്ടല്ലോ ഉണ്ടാക്കി തരും. ഈ കസ്റ്റമൈസേഷൻ സ്റ്റാർ ഹോട്ടലിൽ മാത്രമല്ല, അല്ലെങ്കിൽ മൃണാളിൻ്റെ അടുത്ത് മാത്രമല്ല, ഈ പറഞ്ഞ ചായക്കടയിലും കിട്ടും. അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാൻ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ചോറിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമേ അല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ചില ഈ മീൽസൊക്കെ ഉള്ള കടയിൽ പോയിട്ട് എന്തെന്നാ അവർ ഉടമ വെക്കുന്നത്, ഒരു ചുവന്ന വെള്ളത്തിൻ്റെ അകത്ത് പിന്നെ വെണ്ടയ്ക്കൊക്കെ മുറിച്ചിട്ടേക്കുന്നത്. അത് എന്തോ വെറുതെ സാധനം മുടക്ക ഒരു സാധനം, പിന്നെ കുറേ അനാവശ്യ എണ്ണ ഒപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ. ഇങ്ങനെ ഞാൻ ബേസിക്കലി ഡ്രൈ ആയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. എനിക്ക് ഓവർ വെറ്റായിട്ട് കറി ഒഴിച്ച് ഇങ്ങനെ കുഴച്ചടിക്കുന്ന ഇഷ്ടമല്ല എൻ്റെ കാര്യം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചോറും ഒരു ഫിഷ് ഫ്രൈ മാത്രം മതി, അല്ലെങ്കിൽ ചോറ് ഒരു ചിക്കൻ ഫ്രൈ മാത്രം, കറി ആവശ്യമേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എന്തിനാ ഒരു AC, ഇത് ആലോചിക്കണേ, മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് AC ആണ്. AC-ക്കകത്ത് ഇരുന്നിട്ട് ഒരാൾ 20 രൂപയ്ക്ക് ഒരു കഞ്ഞി ഒരു കൊണ്ടാട്ടം കഴിക്കുന്ന പ്രശ്നം എന്തോ? അതല്ലേ സാധാരണക്കാരെന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ സാധാരണക്കാരൻ കഞ്ഞിയും കൊണ്ടാട്ട് മാത്രമേ കഴിക്കുള്ളൂ. സാധാരണക്കാരന് ഒന്ന് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കഴിക്കേണ്ടി വരൂലേ? സാധാരണക്കാരൻ എന്തിനാണ് ഈ സാധാരണക്കാരെ ഇതിൽ കുത്തി കയറ്റുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ 4 ആൾ കയറുന്നു പേടിച്ചിട്ടാണോ? അത് വിചാരിച്ചിട്ടാണോ? സാധാരണ വെറുതെ ഒരുമാതിരി സാധാരണക്കാരെ അത്ര അങ്ങോട്ട് താത്തിക്കാൻ. സാധാരണക്കാർ കഞ്ഞിയും കൊണ്ടാട്ടും മാത്രം കഴിക്കുന്ന ആളും 20 ഉറുപ്പിക വേണം മൃണാളിൻ്റെ AC റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇന്ത്യ വർത്തമാനത്തിൽ വന്നത്. അത് തന്നെയാണ് മൃണാളിൻ്റെ വർത്തമാനത്തിൽ വന്നത്. നിങ്ങൾ രണ്ടും നീ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ഊള വർത്താനം പറയേണ്ടിയിരിക്കും. സാധാരണക്കാരും കഞ്ഞും ചമ്മന്തിയൊക്കെ പണ്ടായിരുന്നു. സാധാരണ ഭക്ഷണം കഴിക്കാൻ കഞ്ഞിയും ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഓക്കെ. സാധാരണക്കാരൻ കഞ്ഞിയും ചമ്മന്തി എന്നല്ല, സാധാരണക്കാരെ വെറും കഞ്ഞിയാക്കാൻ നിൽക്കരുത്. അത് രണ്ടും കാണിക്കുക. നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കഞ്ഞിത്തരാണ് നിങ്ങളിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഒരു ചോറും ഒരു കറി മാത്രം മതി, ചിക്കൻ കറി മാത്രം മതി. അതെനിക്ക് 20 രൂപ ചോറിനും 30 രൂപ ചിക്കൻ കറിക്കാണെങ്കിൽ 50 രൂപയിലാവുന്നുള്ളൂ. വെറുതെ ലോകത്തുള്ള വേസ്റ്റ് മൊത്തം വാങ്ങി ചോറിന് 150 രൂപയും ചിക്കൻ കറിക്ക് 70 രൂപയും കൊടുത്തിട്ട് പിന്നെ 220 രൂപയാക്കി മാറ്റണം. എന്തിന് വേസ്റ്റ് പ്യുവർ വേസ്റ്റ് ഓഫ് മണി. അപ്പോൾ തന്നെ ഫുഡും
ഫുഡ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആവുക. അതായത് കോമൺലി എല്ലാവർക്കും ഒരു സാധനം അപ്ലിക്കബിൾ ആയിട്ട് ഒരു സാധനം കൊടുക്കുന്നത് നല്ലത്. കസ്റ്റമൈസ് ചെയ്ത് ഒരാൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചാൽ മൃണാൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടോ, അത്രയും കാശുണ്ടോ, നിങ്ങളെല്ലാം വാങ്ങി കഴിച്ചോ, ഇല്ല ആവശ്യമുള്ള സാധനം മാത്രമായി കഴിച്ചാൽ മതി. ഒരു ചെറിയൊരു ബീഫ് കറി, ഒരു ചോറ് മാത്രം കഴിക്കാൻ താല്പര്യം ആൾക്കാരുണ്ടോ, അവരത് കഴിച്ചോട്ടെ. ഇതിൽ പ്രശ്നം എന്താണ് ഇതിനകത്ത്? പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യം. ഇപ്പോൾ സാധാരണ ഞാനൊരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ചിക്കൻ കറി പോരാ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. അവിടെ കസ്റ്റമൈസേഷൻ കൊടുക്കുന്നതിന് ആരും പ്രശ്നം പറഞ്ഞിട്ടില്ല. അവിടെ ചോറും ഒരു സാമ്പാറും മാത്രം 20 റുപ്യൻ്റെ ചോറും 20 റുപ്യൻ്റെ സാമ്പാർ 40 റുപ്യ കഴിക്കുന്നതിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഈച്ചക്കും ഫുഡിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ടും ഫുഡ് തണുത്തതിനെ പറ്റിയൊക്കെ ആൾക്കാർ സംസാരിച്ചേ. ഇത്രയും സംസാരിച്ചപ്പം മൃണാളല്ലേ പാവപ്പെട്ടവൻ്റെ പീഡിയ, പാവപ്പെട്ടവൻ്റെ AC കട, പാവപ്പെട്ടവന് എന്ത് വേണേലും വന്ന് കഴിക്കുക, പാവപ്പെട്ടവന് സാധാരണ കഞ്ഞി കുടിക്കാമെന്ന്. ഈ പാവപ്പെട്ടവന് ഈ സാധാരണ ഭക്ഷണം, ഈ കസ്റ്റമൈസേഷൻ, ഈ തള്ളിക്കയറ്റം ഉണ്ടാക്കിയത് മറ്റു കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടില്ല. സത്യം പറഞ്ഞതല്ലേ കോക്കൈൻ്റെ സത്യം. പുറത്തുനിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനല്ലേ തോന്നുള്ളൂ. അതല്ല അതിൻ്റെ കറക്റ്റ്. കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ആവശ്യമില്ല, ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ കൂട്ടി മാത്രം ഇപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ചിക്കൻ കറി ഓർഡർ ചെയ്യും. കാരണം എനിക്ക് ഒരു ചിക്കൻ കറി പോരാ, ഞാൻ കൂടുതൽ ചാറ് കൂട്ടുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് 2 ചിക്കൻ കറി ആദ്യം പറയും. 70 രൂപ ചിക്കൻ കറി ഉള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 80 രൂപ ചിക്കൻ കറി ഉള്ള സ്ഥലമുണ്ട്. ഞാൻ 2 ചിക്കൻ കറി പറഞ്ഞു. ഒരു ചിക്കൻ കറി ആവശ്യമുള്ള ആൾ. അപ്പോൾ മറ്റു റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ തന്നെയല്ലേ. എനിക്ക് ഒരു ചായ പോരാ, ഞാൻ ചായ കുറേ കുടിക്കും, വലിയ അളവ് കുടിക്കും. അപ്പോൾ ഞാൻ മറ്റേ സർബത്ത് ക്ലാസ്സിൽ വലിയ പണ്ടാവ് പോലത്തെ ക്ലാസ്സിനകത്ത് ചായ വേണമെന്ന് അവിടെ പോയി കസര ഉണ്ടാക്കുക. എല്ലാവർക്കും അത്ര ചായ ആവശ്യമില്ല. ചില നാട്ടിൽ പോയി ചെറിയ ക്ലാസ്സിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി ചെറിയ വെജ് റെസ്റ്റോറൻസിൽ പോയി ഒരു കപ്പിനകത്ത് ചെറിയ ക്ലാസ്സിൽ ചായ കൊണ്ടു തരും. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് പോയി അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ചായ ഓർഡർ ചെയ്യും. തുടക്കം തന്നെ 2 ചായ. അപ്പോൾ മറ്റേ വെയിറ്റർ വയ്ക്കും, നിങ്ങൾ ഒരാൾ കൂടെ വരാനുണ്ടോ? ഞാൻ പറയില്ല, ഞാൻ ഒരാളേ ഉള്ളൂ, ഞാൻ 2 ചായ കുടിക്കും. അതാ പറഞ്ഞത്, എനിക്ക് 2 ചായ വേണമെങ്കിൽ ഞാൻ 2 ചായ ഓർഡർ ചെയ്യണമെന്നേ. എനിക്ക് 2 ചായ അത്രയും ക്വാണ്ടിറ്റി ചായ വേണമെന്ന് പറയാൻ പ്രശ്നം ഉണ്ടാക്കുക. നാളെ പറഞ്ഞിട്ട് ഒരുപാട് ചോറുന്ന ആൾക്കാരുണ്ട്, ഒരു ചെറിയ ഒരു കപ്പിൽ ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്താ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ പുതിയ മനസ്സുള്ള ആളുകൾ സൗകര്യം പോയി കഴിച്ചാൽ മതി. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടുകാരെ വന്ന് ക്ഷണിച്ചോ, നിങ്ങൾ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ, അയ്യോ ഒന്ന് വരൂ, ഞാൻ പട്ടിണിയിലാണ്, എൻ്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാൾ വന്നു ഞണ്ണിത്തരണേന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർക്ക് എന്ത് സുഖടാ, വെറുതെ എന്താ പറഞ്ഞേ, ഇദ്ദേഹത്തെ കണ്ടുകൂടാ. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്ക് പറയാം. അത് ഗംഭീര സിനിമ ആയിക്കോട്ടെ, എവറേജ് സിനിമ ആയിക്കോട്ടെ, എന്ത് സിനിമ കഴിഞ്ഞാലും ലോകത്ത് ഇന്നോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോശം സിനിമയാണെന്നുള്ള വാൻ പ്രൊപ്പഗാൻഡ. സത്യമാണ്. അത് തന്നെയാണ് എന്നോട് ചോദിക്കാനുള്ളത്. ഈ സിനിമ കണ്ടുപോയിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ അഭിപ്രായം കുണച്ചിടുന്ന സമയത്തെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? ബേസിക് ആയിട്ട് നീ ചിന്തിച്ച് നോക്ക്. മൃണാൾ ആരും വിളിച്ചിട്ടില്ല. മൃണാൾ വേണേ വന്ന് കഴിച്ചാൽ അതേ വേണേ വന്ന് കഴിക്കും. വേണേ വന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യും. ഈ അഭിപ്രായം പറഞ്ഞ പോലെ അതിന് ചോദ്യം ചെയ്യാൻ പോയത് എന്തിനാ? അന്നാരെയും വിളിച്ചിട്ടാണ് സിനിമ കാണാൻ പോകണം? അല്ലല്ലോ. ഈ സിനിമ കാണും, സിനിമ കണ്ടിട്ട് വന്നൊരു അഭിപ്രായം പറയും. അയാൾ നിന്നെ വിളിച്ചോ? അയ്യോ ഞാൻ ഇവിടെ കഷ്ടത്തിലാണേ, ഞാൻ പാപ്പരാസിയാണേ, എനിക്ക് സിനിമ എടുത്തിട്ട് ഞാൻ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞേ, എൻ്റെ സാലറി കൊടുക്കാൻ പൈസ ഇല്ലേ, എൻ്റെ എന്താ പറയുക നടന് ഞാൻ റെനോവേഷൻ കൊടുത്തിട്ടില്ലേ, അതാണേ ഇതാണേ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് നീ പോയി കാണുന്നൊന്നുമല്ലല്ലോ സിനിമ. നിനക്ക് ഇഷ്ടപ്പെട്ട് പോയി കാണുന്ന സിനിമ അല്ലേ. ആ സിനിമ കണ്ടിട്ട് നീ ഇവിടെ ഒന്ന് കുറ്റം പറയുന്നില്ലേ? നല്ലതും പറയുന്നുണ്ട്, കുറ്റവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൃണാളിൻ്റെ അവിടെ മൃണാൾ വിളിച്ചിട്ടല്ല, ഞങ്ങൾ പോവും, അല്ലെങ്കിൽ കഴിക്കാനുള്ളവർ പോവും. കഴിച്ച് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഈ എങ്ങനെയാണോ സിനിമക്ക് അഭിപ്രായം പറയണത്, അതുപോലെ തന്നെ മൃണാളുടെ ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അത് മൃണാളെ വിളിച്ച് മൃണാൾ പട്ടിണിയാണേ, മൃണാളിന് EMI അടയ്ക്കാൻ നീ അവിടെ പോയിട്ടില്ല, ഞങ്ങൾ അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വേണേ തിന്നിട്ട് പോകുന്ന ആറ്റിറ്റ്യൂഡ് അതുള്ളത് കൊണ്ടാണ് ഈ പറയേണ്ടി വന്നത്. ഇത് തന്നെയാണ് നീ ഇപ്പം പിടിച്ചെന്താണെന്നറിയോ? മൃണാൾ ഓൾറെഡി എയറിലാണ്. ഈ എയറിലുള്ള മൃണാളിനെ പിടിച്ച് താഴത്തിറക്ക ഇജ്ജ് അങ്ങോട്ട് എയറിൽ ചെന്ന് ഇപ്പം രണ്ടാളും കൂടെ ശൂന്യാകാശത്തിലേക്ക് ഇങ്ങനെ ഒരേ റോക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീയും മൃണാളൊക്കെ ഒരേ സ്റ്റൈലാണ്. നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളോട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷേ നിങ്ങൾക്ക് എവിടെയും പോയി എന്തും പറയാം എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ മൃണാളും കോക്കും ഒക്കെ വളരെ നല്ല ആൾക്കാരാണ്. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്ക് പറയാം. അത് ഗംഭീര സിനിമ ആയിക്കോട്ടെ, എവറേജ് സിനിമ ആയിക്കോട്ടെ, എന്ത് സിനിമ കഴിഞ്ഞാലും ലോകത്ത് ഇന്നോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോശം സിനിമയാണെന്നുള്ള വാൻ പ്രൊപ്പഗാൻഡ സിനിമാക്കാർ നടത്തും, അവർ ബന്ധുക്കൾ നടത്തും, സുഹൃത്തുക്കൾ നടത്തും, എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ കണ്ടുകൂടാത്ത സകലങ്ങളും നടത്തും. സത്യമായിട്ട് നടത്തും, എനിക്കറിയാം. അപ്പോൾ നമ്മൾ കുറേ കാലം വിമർശിച്ച് തന്ന ആളൊരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും. പിന്നെ ആ വിമർശനങ്ങളോട് മൃണാൾ എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം ഞാൻ ഇന്നുവരെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറ്റേ ബെല്ലൈക്കൺ തൂങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൃണാൾ അങ്ങനെ പറയാൻ കേട്ടില്ല. അത് ഓരോ ആൾക്കാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡാ. നിങ്ങൾ സൗകര്യം കണ്ടാൽ മതി. ഇതാണ് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. ആൾക്കാർ അതിനെ വലിച്ച് വാരി ഒട്ടിക്കും. അത് ഈവൻ നല്ല സിനിമ ആണെങ്കിലും എവറേജ് സിനിമ ആണെങ്കിലും മോശം സിനിമ ആണെങ്കിലും ചീത്തയെ പറയാൻ നിനക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതിന് നിനക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ആൾ പറയട്ടെ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് മൃണാളോട് ചോദിച്ചത്. മൃണാൾ ഈ പറഞ്ഞ എല്ലായിടത്തും പോയി കുറ്റം പറഞ്ഞു. മൃണാൾ ഹോട്ടൽ തുടങ്ങി, അവിടെ വന്ന് ഭക്ഷണം കഴിച്ച ആൾക്കാരെ അതിന് കുറ്റം പറയാം അല്ലെങ്കിൽ മോശം പറഞ്ഞാൽ മൃണാൾ അത് മെയിൻ ചെയ്യാൻ പോരുത്, അതിൻ്റെ പിന്നാലെ പോരുത്. അതിന് പകരം മൃണാൾ ഈ ഒരു 3-4 കോൺട്രവേഴ്സി വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം എത്ര ഇൻ്റർവ്യൂസ് കൊടുത്തു എനിക്കറിയാം. ഏതൊക്കെ ഓൺലൈൻ മീഡിയാസാണ് മൃണാൾ ഡെയിലി ഓരോ ഓൺലൈൻ മീഡിയയിൽ മൃണാളിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുക. അതായത് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക, മെഴുകിക്കൊണ്ടിരിക്കുക. അത് ചെയ്യാണ്ടിരുന്നതിന് പ്രശ്നമില്ല. പോരാത്തതിന് നൈറ്റിൽ ലൈവിൽ വന്നിട്ട് മെഴുകുന്നുണ്ട് കുറേയൊക്കെ. മെഴുക്കം മാത്രമല്ല, കുറ്റം പറച്ചില്ല, പറഞ്ഞവനെ വെറും പുച്ഛിച്ച് തള്ളുക. അതുകൊണ്ടല്ലേ ആൾക്കാർ ഇതെടുത്തിട്ട് എങ്ങനെ വട്ടിച്ചെടുക്കുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ സൗകര്യം വന്ന് കഴിച്ചാൽ മതി. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ എത്ര വിമർശിച്ചു, അതുകൊണ്ട് പിന്നെ ഇയാൾ എന്താണ് വിമർശനത്തിന് നേരെ അസഹിഷ്ണുനാവുന്നത് എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ ക്യാരക്ടറാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലായി വെറുതെ ഒരാൾ അറ്റാക്ക് ചെയ്താൽ അറ്റാക്ക് ചെയ്യുന്നവർ അയാൾ വളരെ ഉള്ളൂ. എന്നെ അറ്റാക്ക് ചെയ്താണ് പിന്നെ എനിക്ക് ഇത്ര പിന്നെ ഫോളോവേഴ്സ് ഇത്ര റീച്ച് ആയത്. എന്നെ മൈൻഡ് കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും ഫ്രസ്ട്രേറ്റഡാണ്. ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് മൃണാൾദാസിനെ അതുകൊണ്ട് നീ ഇത്രയും ഉയർന്നതുകൊണ്ട് നിനക്ക് തന്നെ ചിന്ത ഉള്ളത് കൊണ്ടല്ലേ നീ ഇപ്പം വന്നിട്ട് ഈ കാര്യത്തിന് വന്ന് മുഴുകാൻ നിൽക്കുന്നത്, അല്ലെ വെളുപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പം തിന്നുന്നവർ തിന്നട്ടെ, അഭിപ്രായം പറയുന്നവർ അഭിപ്രായം പറയട്ടെ, മുഴുകുന്നവർ കിടന്ന് മുഴുകട്ടെ. ഇതിൻ്റെ പിന്നാലെ നമ്മളെല്ലാവരും, ഇപ്പം നീ ഇതിൻ്റെ പിന്നാലെ പോയി, ഞാനും ഇതിൻ്റെ പിന്നാലെ പോയി, ഇവൻ മൃണാൾ ഇതിൻ്റെ പിന്നാലെ പോയ എല്ലാ ആൾക്കാരെ പിന്നാലെ പോയതുകൊണ്ടാണ് ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയത്, അല്ലേ? മൃണാൾദാസിനെ എതിർക്കണം, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിക്കണമെന്നേ, പ്രശ്നം തന്നില്ലേ? ഇത്രയും ജനങ്ങൾ എതിർക്കുന്നുണ്ട്, പിന്നെ അവിടെ എന്താ തിരക്ക്? അവിടുത്തെ തിരക്ക്, ഞാൻ അവിടുത്തെ ഫുഡ് ഞാൻ പോയി കഴിച്ചില്ല, ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, നോർമൽ തിരക്ക്. ഈ പറഞ്ഞ പോലത്തെ മറ്റ് ചില റെസ്റ്റോറൻറ്റിൽ നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ കാലിക്കറ്റ് പാരകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പുറത്ത് നിൽക്കണം. എന്നിട്ട് ഈ ഫുഡ് കഴിച്ച് പോകുമ്പോൾ നിനക്കൊരു സമാധാനം സന്തോഷമൊക്കെ കിട്ടും. ഈ റഹ്മത്തിൽ കയറണമെങ്കിൽ നീ ക്യൂ നിൽക്കണം. അങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്, ക്യൂ നിന്ന്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എപ്പോൾ പോയാലും നിനക്ക് അവിടെ സീറ്റ് ഉണ്ടാവും. എങ്ങനെ പോയാലും നീ ഒരു 10 ആളെ കൊണ്ടുപോയാലും 10 ആളെ സീറ്റ് അവിടെ എപ്പോഴും ബാക്കിയുണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ തള്ളൊന്നും നിന്റെ ഇടയിൽ തള്ളരുത് പ്ലീസ്. മറ്റേ ബീഫും കായും അതുപോലെ കാന്താരി ചമ്മന്തി കപ്പയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്, നല്ല പാക്കിംഗ് ആയിട്ട് ഞാൻ പാർസലാണ് വാങ്ങിച്ച് കഴിച്ച് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അവിടെ പോയി കഴിച്ച് ഇഷ്ടപ്പെട്ട് പിന്നെ അവിടെ പോകണ്ട. പിന്നെ ജ്യൂസിന് സ്ട്രോ വാങ്ങിയത് ഞാൻ എപ്പോഴും കാണാറുണ്ട്, മിക്ക ആളുകളും സ്ട്രോ ഇട്ട് കൊടുക്കും, ആദ്യം സ്ട്രോ എടുത്തും കളയും, എന്നിട്ട് വലിച്ചാൽ കുടിക്കും, ഒരു നിപ്പനടിക്കും പോലെ. അപ്പോൾ ഇത്രയും സ്ട്രോ തന്നെ വേസ്റ്റ് ആക്കുന്നത്? ആവശ്യമുള്ള ആളുകൾ സ്ട്രോ വാങ്ങിച്ച് കുടിക്കട്ടെ. അങ്ങനെ സിസ്റ്റം ഞങ്ങൾ അവിടെ പോകണ്ട, പ്രദേശത്തേക്ക് ഞങ്ങൾ പോകണ്ട. ഇത് വെറുതെ സ്ട്രോന് പൈസ വന്നത് എന്തിനാ? അപ്പോൾ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്ത് ഊളത്തിലൊക്കെയാണ് എൻ്റെ പൊന്നു കൊക്കേച്ചി പറയണത്. ഈ സ്ട്രോ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സ്ട്രോ അവിടെ സൈഡിൽ ഒരു കുപ്പിയിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വേസിൽ അവിടെ വെച്ചിട്ടുണ്ടാവും. ജ്യൂസ് അടിച്ച് തരും, വേണമെങ്കിൽ നീ ഇട്ടാൽ മതി, നീ ഇട്ടില്ലെങ്കിൽ ഇട്ടാലും കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല. ഒക്കെ പണ്ടേ നീ ഇട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളിലെടുത്ത് വെച്ച്. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഈ ഇപ്പോഴും ഈ റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് റിവ്യൂ പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൊക്കയ്ക്ക് അറിയുന്നില്ല. ഇപ്പൊക്കെ ജ്യൂസ് എടുത്ത് തരും. സ്ട്രോ വേണമെങ്കിൽ സ്ട്രോ ഇട്ടും, സ്ട്രോ വേണ്ട വേസ്റ്റ് ചെയ്യേണ്ട അവിടെ സൈഡിൽ ഉണ്ടാവും. നിനക്ക് വേണം അതിനെടുത്ത് കുത്താം. നീ അതിനെടുത്ത് കുത്തുന്ന സമയത്ത് നീ സ്ട്രോന് വെറുതെ 5 രൂപ പിന്നെ എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ തന്നെ, തള്ളു തന്നെയാണത്. നീ കാടടച്ച് വെടിവെക്കല്ലേ പ്ലീസ്. വിട്ടിത്തരം പറയില്ല, അതൊക്കെ മാറി. ലോകം കാലും കൂൾബാറൊക്കെ മാറി നമ്മുടെ നാട്ടിലെ. സ്ട്രോ വേണ്ടവർ സ്ട്രോ വാങ്ങിക്കോ, അല്ലാത്തവർ വലിച്ചങ്ങ് കുടിക്കുക, കപ്പിന് ചൂടിനിടയ്ക്ക് വെച്ചാൽ കുടിക്കുക. ഇതാണ് പരിപാടി. ഇതിപ്പോൾ കസ്റ്റമൈസേഷൻ എന്താണെന്നോ, ഇൻഡിവിജ്വൽ ചോയ്സ് എന്താണെന്നോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്നോ ഒന്നും അറിയാത്ത കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ മൃണാൾ ഇതാക്കി പറഞ്ഞിരിക്കുക. ഈ ഇൻഡിവിജ്വൽ ചോയ്സും ഫ്രസ്ട്രേഷനും ഈ കസ്റ്റമൈസേഷനും ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ഇപ്പം ഇല്ല നമ്മുടെ നാട്ടിൽ. അതൊക്കെ അറിയുന്ന ആളുകൾ തന്നെ. കാരണം മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ മഡിയിലും അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ചോയ്സസ് ഉണ്ട്. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നീ അത് വാങ്ങിച്ചോ, ഒരു ബർഗർ വാങ്ങിച്ചോ, നീ അതിൻ്റെ എന്താ പറയുക കെച്ചപ്പ് വേറെ എടുത്തോ, അതിൻ്റെ മയോണൈസ് നീ വേറെ വാങ്ങിച്ചോ, എല്ലാം നിനക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൃണാൾ ആദ്യമായിട്ട് വന്നിട്ട് ഈ കേരളത്തിലെ ഒരു ബോധമില്ലാത്ത, ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് ആദ്യമായിട്ട് കസ്റ്റമൈസേഷൻ കാണിച്ചു കൊടുത്ത ആളൊന്നുമല്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ മൃണാൾ അത് കാണിച്ചു കൊടുത്തു. അത് നല്ല കാര്യം. ചോറ് വേറെ ഇത് വേറെ ഒക്കെ കാണിച്ചു കൊടുത്തു. അതിലൊന്നും ഇവിടെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടുമില്ല. ഈ കേരളത്തിലെ മൊത്തം ആൾക്കാരെ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്കി, അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാരെന്നാക്കി ആൾക്കാരങ്ങനെ പുച്ഛിച്ച് തള്ളല്ലേ. ഈ പുച്ഛം നിനക്കുള്ളത് കൊണ്ടും ഈ പുച്ഛം മൃണാളുള്ളത് കൊണ്ടും നിങ്ങൾ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് നിനക്ക് വന്നിട്ട് ഇപ്പം മൃണാളിനെ വെളുപ്പിക്കാൻ പറ്റിയത്. ഇവിടെ വേറെ കാര്യം അദ്ദേഹത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി, അത് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയാം. ബുദ്ധിയ മനസ്സിലുള്ള ആളുകൾ അവിടെ പോയിട്ട് കഴിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പോൾ സദ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ബേസിക്കലി ഈ ചപ്പും ചവറും സദ്യ പരിപാടിയേ ഇഷ്ടമല്ല. സാമ്പാർ എന്ന് പറയുന്ന സാധനമേ എനിക്ക് ഇഷ്ടമല്ല. സാമ്പാർ ഈ വടക്കൻ മലബാറിൽ ഈ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ് അതെനിക്ക് ഇഷ്ടം, കല്യാണ വീട്ടിൽ. ബാക്കി ഒലിച്ച വെള്ളം സാധനമേ ഇഷ്ടമല്ല. അപ്പോൾ ഈ സദ്യക്ക് ഇങ്ങനെ എനിക്ക് സദ്യൻ്റെ കൂടെ പൊരിച്ച മത്തി വേണം, പിന്നെ ചിക്കൻ ഫ്രൈ വേണം, അതുപോലെ ബീഫ് ഫ്രൈ വേണം. അങ്ങനെ എനിക്ക് സദ്യ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനങ്ങനെ കഴിക്കും. പണ്ടത്തെ കുറേ അമ്മമാർ പറയുന്നത് ഫുഡ് മറ്റേ ഇതായി പോകുന്നു, വയറിനകത്തെത്തുമ്പോൾ ഫുഡെല്ലാം കൂടി അങ്ങനെ മറ്റേ ഒന്ന് വിരുദ്ധാഹാരം എന്നൊക്കെ പറഞ്ഞുള്ള കുറേ മണ്ടത്തരം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് സയൻസ്, ബേസിക് സയൻസും ബയോളജി അറിയാത്ത ആൾക്കാർ പറയുന്നത്. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് 100% ബെസ്റ്റ് പരിപാടിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഒരു കാന്താരി ചമ്മന്തി കപ്പയും ബീഫും മതിയെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിയും. അതിൻ്റെ കൂടെ മറ്റേതുണ്ട് മറിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറേ അൺലിമിറ്റഡ് ഫുഡ്. നാട്ടിൽ പല സ്ട്രാറ്റജീസ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് കുറേ കിലോ ആണെങ്കിൽ മന്തി പൈസ കൊടുക്കുന്നത്. വീണ്ടും കസ്റ്റമൈസേഷൻ. എൻ്റെ പൊന്ന് അശ്വൻ ഗോഗി, നിനക്ക് കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇവിടുത്തെ കസ്റ്റമൈസേഷൻ ആൾക്കാർ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല. അത് 1-2 ആൾക്കാർ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടായിരുന്നു, ആ പൈസ കൊടുക്കുന്ന പൈസ ക്വാണ്ടിറ്റി കൂട്ടായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരും കസ്റ്റമൈസേഷൻ നമ്മുടെ കുറ്റം പറഞ്ഞിട്ടില്ല. അവിടെ മറ്റ് കാര്യങ്ങൾക്കാണ് കുറ്റം പറഞ്ഞത്. വീണ്ടും ഈ കസ്റ്റമൈസേഷനെ ജ്യൂസിൽ സ്ട്രോ ഇടുന്നതും, മറ്റേ സാമ്പാറിൽ കഷ്ണം ഇടുന്നതും, ബീഫും കായലും ബീഫിൻ്റെ എണ്ണം കുറയുന്നതും,
അല്ലെങ്കിൽ അതൊന്നും അല്ല. അവിടെ ചോറിന് ചൂടില്ല, അല്ലെ ചൂടില്ലാത്ത ചോറാണ്. ഈ മൃണാൾ ഇങ്ങനെ പൊക്കി 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 അങ്ങനെ മേലെ കൊണ്ടുവച്ചപ്പോഴേ കേരളത്തിലെ ഏറ്റവും വലിയ ടോപ്പ് കിച്ചണാണ്, ഏറ്റവും വലിയ അതാണ് ഇതാണ്, ലോകത്തിൽ എവിടെയും കിട്ടാത്ത ബിരിയാണി പേർഷ്യൻ, നമ്മുടെ റൈസ് ഓഫ് പേർഷ്യ എന്ന് കിട്ടും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ തള്ളി ഡെയിലി വീഡിയോയിൽ തള്ളി മറച്ചപ്പം അത് കിട്ടാത്ത കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചു എന്നേ ഉള്ളൂ. അത് ഇവിടെ ഇപ്പം മെഴുകി ചാത്ത് ഇതൊരു ഏറ്റവും വലിയ കോൺട്രവേഴ്സിയിലോട്ട് എത്തിച്ചത് മൃണാളിൻ്റെ ഇത് ഇൻ്റർവ്യൂസാണ്, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ മൃണാൾ അതിന് പെടുത്ത കുത്തരങ്ങളാണ്, ഈ തർക്കുത്തരങ്ങളാണ് ഇതിനൊക്കത്തിനും കാരണം, വേറെ ഒന്നുമല്ല. അല്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് ചിക്കൻ കൊടുക്കും അവർ. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും ആൾക്കാരെ സൈക്കോളജിക്കലി അവർ ഇതാക്കുന്നുള്ളതാണ് ഈ ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് കുറച്ചുണ്ട് കൂന്തൽ നിറച്ചത്, കിലോമീറ്ററോളം ക്യൂ. ഇവിടെ ലാസ്റ്റ് മറ്റേ ബിവറേജിൽ ക്യൂ നിന്നിട്ട് 9 മണിക്ക് ഷട്ടർ ആക്കൂലേ, അവർ ചില സമയം അത്രയും 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് അവിടെ നിന്നു. പിന്നെ നോക്കുമ്പോൾ നാട്ടിൽ മുഴുവൻ കൂന്തൽ നിറച്ചത്. അപ്പോൾ കൂന്തൽ നിറച്ചിട്ട് കടലിൽ കൂന്തലില്ലാത്ത അവസ്ഥ. മുട്ടിപ്പടി ബിരിയാണി, മലപ്പുറം മുട്ടിപ്പടി ബിരിയാണി തുടങ്ങി. പിന്നെ എല്ലാ സ്ഥലത്തും മലപ്പുറത്ത് എല്ലാ സ്ഥലത്തും മുട്ടിപ്പടി ബിരിയാണി. കേരളം മുഴുവൻ തലശ്ശേരി ബിരിയാണി. പിന്നെ ചില ആളുകൾക്ക് മറ്റേ ടൂട്ടി ഫ്രൂട്ടിയും മറ്റേ പൈനാപ്പിളും മറ്റേ മുട്ടയ്ക്ക് കിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെ ചോയ്സ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഇനി മൃണാളിൻ്റെ അവിടെ ഹംഗ്രി മൃണാളെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ലാഭം. പണ്ട് മറ്റേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തായിട്ടുള്ളത്? ഒരു ചോറും ഒരു കറിയും, ഒരു മീൻകറിയും, ഒരു പച്ചക്കറി, പിന്നെ ഒരു ഉപ്പേരി, അച്ചാറും, അത്രേ ഉള്ളൂ. അത്രയും പൈസ ആണ് നിങ്ങൾ അവിടെ നിന്ന് ചോറും പിന്നെ. അപ്പോൾ എനിക്ക് അറിയാം 20 റുപ്യക്ക് ചോറും മീൻകറിയും മറ്റൊരു പച്ചക്കറിയും ഒരു ഉപ്പേരിയും ഒരു അച്ചാറ് 20 റുപ്യക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ജനകീയ ഹോട്ടൽ ഉണ്ട് എന്ന് അറിയാം അല്ലേ. മൃണാളിൻ്റെ അതവിടെ അത് കിട്ടൂല എന്ന് എനിക്കറിയാം. പിന്നെ അറിയാണ്ട് വായന്ന് ചാടിപ്പോയത്, അതുകൊണ്ട് മിണ്ടാതെ വേഗം ഓടിക്കുക, അതാ നല്ലത്. കറി മാത്രം വാങ്ങിച്ച് സാമ്പാർ വാങ്ങിക്കഴിച്ചാൽ അത്ര പൈസ ആവുന്നുള്ളൂ, 30 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ ജനകീയ ഹോട്ടൽ 30 രൂപയല്ലേ. അപ്പോൾ എന്താണ് പ്രശ്നം? ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 20 റുപ്യക്ക് ചോറാവില്ലേ, 15 റുപ്യ 20 റുപ്യ ചോറുണ്ട്, 20 റുപ്യാണ് ഒരു മറ്റേ ഇതിനുള്ളത്, സാമ്പാറിനുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 35 റുപ്യെങ്കിലും ആവും. 20 റുപ്യക്ക് 25 റുപ്യക്കൊന്നും ചോറും സാമ്പാറും നമുക്ക് മൃണാളുടെ കടയിൽ നിന്ന് കിട്ടൂല. 20 റുപ്യക്ക് ചിലപ്പോൾ കഞ്ഞി കിട്ടുമായിരിക്കും, കഞ്ഞും കൊണ്ടാട്ടും. അത് ഇജ്ജ് പറഞ്ഞ പോലെ ഈ സാധാരണ പാവപ്പെട്ടവന്മാരെ കുടിച്ചു പോട്ടോടെ ലോക്കൽസ് കഞ്ഞി കുടിച്ച് പോട്ടെ എന്ന് പറയാം. ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ കിടന്ന് വേണം വെക്കും. ഇതിപ്പോൾ കുറച്ച് ദിവസം വേറെ ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിൽക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൃണാളുടെ മേലെ കുതിരകാരാണ്. മൃണാളാണെങ്കിൽ അത് നല്ല ആഡിങ് ഫ്യൂൽ എന്ന് പറഞ്ഞ പോലെ മൃണാൾ ഓടി നടന്ന് ഇൻട്രോവ്യൂസും കൊടുക്കുന്നുണ്ട് എല്ലാ ഓൺലൈൻ ചാനലും. അപ്പോൾ ആളുകൾ കൂടുതൽ പ്രൊവോക്ട് ആവും. ഇതിനും വലിയ പ്രൊമോഷൻ വേറെ ഒരു കേരളത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇതിനും വലിയ പ്രൊമോഷൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും മറ്റുള്ള ആൾക്കാരൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടാണ് ഓരോ റെസ്റ്റോറൻറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്, പിച്ച് ചെയ്യിപ്പിക്കുന്നത്. ഇതിപ്പോൾ മൃണാളിൻ്റെ അറിയാത്ത ഒരു മനുഷ്യജീവില്ല. ഇനി അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയില്ല. അറിഞ്ഞതിൽ നല്ല പേരിലല്ല. നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോഴേ നമ്മൾ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യും ചില റെസ്റ്റോറൻറ്റിൽ. ആ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അയ്യേ അവിടെ ഈച്ചണ്ടേ, അയ്യേ അവിടുത്തെ ഫുഡ് പോരെ, തണുത്ത ഫുഡാണ്, ഇതല്ല പ്രൊമോഷൻ ചെയ്യുമ്പോൾ നല്ലതാ പറയാം. ഈ അൻപന് കിട്ടിയ പ്രൊമോഷൻ എല്ലാം മോശം പ്രൊമോഷനാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ കിട്ടി പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ കച്ചവടം അവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റുപോണ സ്ഥലമാണ് മൃണാൾ തന്നെ പറയുന്നത്. ഇഷ്ടം പോലെ ആൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മൃണാളിന് മോശപ്പെട്ട അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പോകണമെന്ന് വിചാരിച്ച 2 ആൾക്കാരും പിന്നെ പോവാണ്ടിരിക്കും. ഇനി പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തണുത്ത ഫുഡും, ഇന്നലെ സായും മറ്റേ ഷസാമും എല്ലാം കൂടെ പോയിരുന്നു. അതിന് പ്രത്യേകിച്ച് 1-2 ഫുഡ് ഇഷ്ടപ്പെട്ടു, ബാക്കിയെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇനി അവരങ്ങോട്ട് പോവില്ല. ഇനിയിപ്പോൾ മൃണാളിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കും, അവരില്ല, ആരും പോവില്ല. അതാണ് ഓൾറെഡി ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉള്ളതുകൊണ്ട് ഈ നെഗറ്റീവ് ഇംപ്രഷൻ വെച്ചിട്ട് നമ്മൾ ഫുഡിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് നെഗറ്റിവിറ്റി കൊടുത്തിട്ട് നമ്മൾ അവിടെ വന്ന ആൾക്കാർ അതിൻ്റെ പോസിറ്റിവിറ്റി കണ്ടിട്ട് നമ്മൾ അതിന് ഫാനായി മാറാറുണ്ട്. പക്ഷേ ഫുഡിന് നമ്മൾ നെഗറ്റിവിറ്റി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആ നെഗറ്റീവ് ഇംപ്രഷനിൽ നമ്മൾ പോയി ഫുഡ് കഴിക്കുക. കഷ്ടകാലത്തിന് ഈ പറഞ്ഞ പോലെ ഇന്നലെ അവർ പോയി കഴിച്ചപ്പോഴും അവിടെ ഫുഡ് ഭയങ്കര ചൂടില്ലായിരുന്നു. ഒരു ഈച്ച ടൈലോടെ പോയി പോട്ടെ, ഒരു ഈച്ച ഉണ്ട് എന്നുള്ള പേര് അവിടെ വന്നു, ഫുഡിന് ഇല്ലായിരുന്നു. പിന്നെ പപ്പടം ഭയങ്കര തണുത്തു പോയിരുന്നു, ബിരിയാണി തണുത്തു പോയിരുന്നു, ഇങ്ങനത്തെ. ഇനിയിപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോകില്ല. അപ്പം ഫുഡിന് നെഗറ്റിവിറ്റി ഇംപ്രഷൻ കൊടുത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രൊമോഷൻ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഈ ഫുഡിൻ്റെ കാര്യത്തിൽ. അതെനിക്ക് അറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് അനക്കും മൃണാളും സംഭവം കയ്യിൽ നിന്ന് പോയത്. കൊള്ളാം. ഏതായാലും മാക്സിമം വെളുപ്പിച്ച് അവസാനം 2 ആൾ ഇപ്പോൾ ആകാശത്തിൽ കുത്തിരുന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഡയലോഗ് കിട്ടും അല്ലേ. ആർക്കും പ്രത്യേകിച്ച് എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ആക്ടിവേറ്റ് ചെയ്ത് വെക്കേണ്ടി വന്നതുകൊണ്ട്, വേറെ ന്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ന് ജി പറഞ്ഞു. നീയും അതേ ന്യൂസ് പിടിച്ച് വന്ന് അതുകൊണ്ടായിരിക്കും. അടുത്ത് പ്രത്യേകിച്ച് നല്ല സിനിമകളൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ഇന്ന് 1-2 സിനിമ ഒക്കെ ഇറങ്ങിയെന്നല്ലാണ്ട് കുറച്ച് ദിവസമായിട്ട് സിനിമകളില്ലാത്തതുകൊണ്ട് നീ ഒന്ന് ഔട്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഒന്ന് ഡിം ലൈറ്റിലോട്ട് മാറിയപ്പോഴല്ലേ നീ മറ്റേ സ്പോട്ട് ലൈറ്റിലോട്ട് വരാൻ വേണ്ടി ഈ കമൻറ്റ് എടുത്തിട്ടത്. അല്ലാണ്ട് ഇത്രയും കാലം സിനിമക്ക് അഭിപ്രായം പറയണ ഈ മൃണാളിനെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് തേച്ച് മിനുക്കാൻ വന്നതും അനക്കും ഇതേപോലെ ആക്റ്റീവായിട്ട് നിർത്തണം. ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഈയും കണക്കാണ്, മൃണാളും കണക്കാണ്, ഞാനും കണക്കാണ്, എല്ലാം കണക്കാണ്.